Hello dear viewers, welcome back to Computerized Accounting Practical Session. നമുക്കറിയാവുന്നതുപോലെ കേരള ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബുകൾ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കുറേയധികം പ്രാക്ടിക്കൽ പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്ത് പരിശീലിക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കമ്പ്യൂട്ടർ ഇല്ലാതെ തന്നെ നമുക്ക് ഫോണിൽ കോഡിംഗ് പരിശീലിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ലിബ്രിയോഫീസ് കാൽക്ക് ഉപയോഗിച്ചുള്ള സം ആൻഡ് സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫോണിൽ പ്രോഗ്രാമുകൾ ചെയ്ത് പരിശീലിക്കാം എന്നതാണ്. അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അക്കൗണ്ടൻസി പ്രാക്ടിക്കൽ പരീക്ഷയുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് സം ആൻഡ് സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ലിബ്രിയോഫീസിൽ കാൽക്കിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ ബിലോ ഇസ് എ ടേബിൾ ഷോയിങ് ദ നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് മന്ത്ലി സാലറി പെയ്ഡ് ഫോർ ഡിഫറെന്റ് എംപ്ലോയീസ് ഓഫ് ABC ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഫോർ ജൂൺ 2021. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ ശ്രദ്ധിക്കുക. അതിനകത്ത് 3 കോളമാണുള്ളത്. എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി. ഒരു കമ്പനിയില്ല, എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ജൂൺ മാസം സാലറി പെയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ടന്റ്, മാനേജർ, സെയിൽസ്മാൻ, ഡ്രൈവർ അങ്ങനെ തസ്തികയിലുള്ള വിവിധ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത് സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫോളോവിങ്. Number 1, the first question is the total monthly salary paid for June 2021. അതായത് ജൂൺ മാസത്തെ മൊത്തം സാലറിയുടെ ടോട്ടൽ സം ആണ് നമുക്ക് കാണേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the total monthly salary paid to the accountants. അക്കൗണ്ടന്റിന് സാലറി ഇനത്തിൽ കൊടുത്തത് എത്രയാണോ അതിന്റെ ടോട്ടൽ ആണ് രണ്ടാമത്തെ ഒരു പ്രത്യേക കണ്ടീഷനിലൂടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് സ്റ്റെപ്പ് നമ്പർ 1 ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഓപ്പൺ എ ബ്ലാങ്ക് ഷീറ്റ് ഇൻ ലിബ്രിയോഫീസ് കാൽക്ക്. ലിബ്രിയോഫീസ് കാൽക്ക് ആണ് നമ്മൾ ഉബുണ്ടു ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ MS Excel ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2, എൻ്റർ ദ ഡാറ്റ ഇൻ എ സെൽ ആസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. Then step number 3, enter the following labels. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ അതേപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് മൊബൈൽ ഫോണിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് എക്സൽ ആണ്. ഓക്കെ, എക്സൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്നത് പോലെ പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച വർക്ക് ബുക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന പ്ലസ് സൈൻ, ഈ പ്ലസ് സൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ വർക്ക് ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാണുന്ന ടേബിള് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ച ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ എക്സൽ ഷീറ്റ് അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നിരിക്കുകയാണ്. ഓരോ സെല്ലും അതിന്റെ ലേബൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് നൽകാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ സെൽ എന്ന് പറയുന്നത് A1 ആണ്, ദെൻ B1, C1 ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ സെല്ലിനകത്തും ഡാറ്റാസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് അത് ടോട്ടൽ കാണുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഹെഡിങ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബോൾഡ് ഫേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ തുടങ്ങിയ കമ്പ്യൂട്ടറിൽ ഒരുവിധം ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷനുകളും അതിനകത്ത് ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ ആണെങ്കിൽ റിബണിൽ നമ്മൾ കാണുന്ന ഹോം, ദെൻ ഡ്രോ, ഇൻസേർട്ട്, ഫോർമുല ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും അതിനകത്ത് ഉണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ നൽകി. ഇതേപോലെ തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദ ഫോളോവിങ് ലേബൽസ് ആർ ഗിവൺ ബിലോ. അതായത് നമ്മൾക്ക് കാണേണ്ട 2 ക്വസ്റ്റ്യൻ എന്താണോ അത് കൃത്യമായിട്ട് നൽകുക. ഇവിടെ ഞാൻ A10 എന്ന് പറയുന്ന സെല്ലിനകത്താണ് നൽകിയിരിക്കുന്നത്. A10 എന്ന് പറയുന്ന സെല്ലിനകത്ത് ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ഫോർ ജൂൺ 2021 എന്ന് നൽകിയിട്ടുണ്ട്. അതേപോലെ A11 എന്ന് പറയുന്ന സെല്ലിനകത്ത് ദ ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദ അക്കൗണ്ടന്റ്. ഇപ്പൊ ഇവിടെ സ്ഥല സൗകര്യം കാരണം മൂലം നമ്മളിവിടെ എന്ത് ചെയ്തു, അത് ചുരുക്കിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് നൽകി. ഇനി ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ഇക്വേഷൻ ആണ് ഈ പ്രോഗ്രാമിനകത്തുള്ളത്. വളരെ എളുപ്പം നമ്മൾക്ക് ഇത് പഠിച്ചു പോകാം. ഒരു 16 മാർക്ക് വരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ നേരെ കൊടുത്തിരിക്കുന്ന കാണുന്ന സെൽ, അതായത് D10 എന്ന് പറയുന്ന സെല്ലിനകത്താണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കാണാൻ പോകുന്നത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്കറിയാം ഫോർമുല ഇക്വേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ഈക്വൽ ടു സൈൻ വെച്ചിട്ടാണ്. അപ്പൊ ഈക്വൽ ടു സൈൻ കൊടുത്തു, ദെൻ സം കൊടുത്തു. ഓക്കെ, ടോട്ടൽ സാലറി ആണ് നമ്മൾക്ക് കാണേണ്ടത്. ടോട്ടൽ സാലറി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ച ഫംഗ്ഷൻ സം ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി സാലറി എന്ന് പറയുന്ന കോളം ശ്രദ്ധിക്കുക. സാലറി എന്ന് പറയുന്ന കോളം സി എന്ന് പറയുന്ന കോളത്തിനകത്താണ് ഉള്ളത്. അപ്പോൾ C2 മുതലാണ് സാലറി കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ C2 എന്ന് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് സെലക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. C2 സെൽ ഓഫ് റേഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് സെൽ ഓഫ് റേഞ്ച് കൊടുക്കുക. അപ്പോൾ C2 മുതൽ C6 വരെയാണ് സെൽ ഓഫ് റേഞ്ച് വരുന്നത്. അപ്പോൾ C2 മുതൽ C6 വരെ നമ്മൾ നൽകി. ഓക്കെ, ഇനി ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ടിക്ക് മാർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്താലും മതി. ഇപ്പൊ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ 2,15,000 നമ്മൾക്ക് ടോട്ടൽ സാലറി ജൂൺ മാസത്തിൽ നൽകിയ സാലറി കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദ അക്കൗണ്ടന്റ്, അതായത് അക്കൗണ്ടന്റിന് നൽകിയ സാലറി എത്രയാണ്. ഒരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേക കണ്ടീഷൻ കൊടുക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പ്രത്യേക ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കൗണ്ടന്റിന്റെ സാലറി മാത്രമാണ് നമ്മൾക്ക് കാണേണ്ടത്. അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽ എന്ന് പറയുന്നത് C11 ആണ്. ഇവിടെയാണ് ഇക്വേഷൻ നൽകാൻ പോകുന്നത്. നിങ്ങൾ അവിടെ കാണുന്നത് പോലെയുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നൽകേണ്ടത്. ഈക്വൽ ടു സം ഇഫ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഈക്വൽ ടു സം ഇഫ്. ഓക്കെ, ഇനി നമ്മൾ റേഞ്ച് കൊടുക്കുകയാണ്. അതായത് ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന കോളം B2 മുതലാണ് ഡെസിഗ്നേഷൻ കോളം കാണുന്നത്. B2 മുതൽ B6 വരെയാണ്. ഓക്കെ, B2 ടു B6 വരെ നമ്മൾ കൊടുത്തു. ദെൻ കോമ. ഈ കോമ കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്രൈറ്റീരിയ എന്താണോ അതാണ് നൽകേണ്ടത്. ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് നൽകിയിരിക്കുന്നത് അക്കൗണ്ടന്റ് എന്നാണ്. നമ്മൾ അവിടെ നൽകിയ അതേ വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടെയും നൽകേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് കിട്ടണം എന്നില്ല. ഇനി വീണ്ടും കോമ ഉപയോഗിച്ചു. ഇനി നമ്മൾ സാലറി കൊടുത്തിരിക്കുന്ന സെൽ ഓഫ് റേഞ്ച് ആണ് നമ്മൾക്ക് വേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് C2 മുതൽ C6 വരെയുള്ള റേഞ്ച് ആണ് നമ്മൾക്ക് നൽകേണ്ടത്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതാണ്. കണ്ടോ, നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ അതിന്റെ ആൻസർ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് അക്കൗണ്ടന്റിന് മാത്രം നൽകിയ സാലറി എന്ന് പറയുന്നത് 1,10,000 ആണ് അക്കൗണ്ടന്റിന്റെ സാലറി. രണ്ട് അക്കൗണ്ടന്റ് ആണ് നമ്മൾ കൊടുത്ത ടേബിളിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 2,15,000 ആണ്. ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ മൊബൈൽ ഫോണിൽ ചെയ്ത ഔട്ട്പുട്ട് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.